അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് സമാധാനത്തിനുള്ള നൊബേലിന് നിർദ്ദേശിച്ച് പാകിസ്ഥാൻ. നയതന്ത്ര ഇടപെടലുകളിലെ കഴിവ് പരിഗണിച്ച് പുരസ്കാരം നൽകണം എന്നാണ് പാകിസ്ഥാന്റെ വാദം. അതിനിടെ ഇന്ത്യ പാക് വിഷയത്തിൽ ഇടപെട്ടു എന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തി. ഇതുകൊണ്ട് മാത്രം തനിക്ക് നൊബേൽ കിട്ടില്ലെന്നും ട്രംപ് എക്സിലൂടെ പ്രതികരിച്ചു. അശ്വജിത് സി ചേരുന്നു വിവരങ്ങളുമായി. അശ്വജിത്ത്, സത്യത്തിൽ ഇത് പങ്കുവയ്ക്കുന്ന സമയത്ത് എനിക്ക് ചിരിക്കാതിരിക്കാനും കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ? മോത്തി, അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഒരു അല്പം കൗതുകവും തമാശയൊക്കെ തോന്നുന്ന തരത്തിലാണ് ഈ പ്രതികരണം വന്നത് എങ്കിൽ പോലും അതിൽ വലിയൊരു രാഷ്ട്രീയവും അല്ലെങ്കിൽ അതിൽ കൃത്യമായൊരു സന്തോഷവും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിക്ക് ട്രംപ് വിരുന്നൊക്കെ ഒരുക്കിയത്. അതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നൽകണമെന്ന ഒരുപക്ഷെ നിർദ്ദേശവുമായി എത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കണം, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസാണ്. തൊട്ടിപ്പുറത്ത് ട്രംപ് ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണ്, 2 ആഴ്ചക്കുള്ളിൽ തീരുമാനം എന്നൊക്കെയാണ് ഇപ്പുറത്ത് കഴിഞ്ഞ് ഈ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വരുന്നു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ ആ ഒരു പ്രഖ്യാപനം. ഒരുപക്ഷെ അത് വലിയൊരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. ഇനി ട്രംപിൻ്റെ ഈ പ്രതികരണത്തിൽ ഇതിനോടുള്ള പ്രതികരണത്തിൽ ട്വീറ്റിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാക് വിഷയത്തിൽ തങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്ന് ട്രംപ് തുടക്കം മുതൽ അവകാശപ്പെടുകയും ഇന്ത്യ അത് പൂർണ്ണമായും നിഷേധിക്കുകയും ഒക്കെ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോവുകയാണ്, ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ഈ വിഷയത്തിലുള്ള പ്രതികരണത്തിൽ ട്വീറ്റിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടോ മറ്റ് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെട്ടതുകൊണ്ടോ തനിക്ക് നൊബേൽ കിട്ടണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ട്രംപിനുള്ള നൊബേൽ സമ്മാനം എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ മാറ്റിവെച്ചാൽ ട്രംപ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടു എന്ന അവകാശവുമായി രംഗത്തെത്തി എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് വീണ്ടും ഒരുപക്ഷെ സ്ട്രൈക്കിംഗ് ആയുള്ള പോയിന്റായി തോന്നുന്നു. തീർച്ചയായും അതിലൊരു പ്രതികരണമൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? വീണ്ടും ട്രംപ് പറയുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കിയത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്.